എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള നമ്മൾ ഒരു മനസ്സോടെ നിർവഹിക്കേണ്ട ഒരു വലിയ ആത്മീയ ശുശ്രൂഷയാണ് ദൈവജനത്തിൻ്റെ ഉപവാസം. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല, ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവജനത്തിൻ്റെ വളരെ ശക്തമായൊരു സമരായുധമാണ് ഫാസ്റ്റിംഗ്, ഉപവാസം. ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കുവാനായി, പൈശാചിക അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാനായി, വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സ്വാധീനം പുലർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിർവീര്യമാക്കുവാനായി, നമ്മുടെ തലമുറകളിൽ ആത്മപകർച്ചയുണ്ടാകുവാൻ ദൈവജനം ഉപവാസത്തിൽ ഉണരേണ്ട നാളുകളാണിത്. നമുക്ക് എവിടെയൊക്കെ വെച്ച് ഈ ഉപവാസത്തിന്റെ അരൂപി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഉപവസിക്കുന്നവരുണ്ട്, എന്നാൽ താരതമ്യേന അത് കുറഞ്ഞു വരികയാണ്. തന്മൂലം നമ്മുടെ ആത്മശക്തി ക്ഷയിച്ചു പോകുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വേണ്ട വിധം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആത്മശക്തി ഇല്ലാത്തവരായി പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അഭാവമാണെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, നിന്റെ സങ്കടങ്ങളിൽ നിന്ന്, നിന്റെ മക്കൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതികൂലങ്ങളിൽ നിന്ന്, നമ്മുടെ തലമുറകളിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ശാപ പാപ രോഗത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുവാൻ നമുക്കൊരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ, ഒരു ആത്മീയ തുറവി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഉപവാസത്തിന്റെ കൃപയിലേക്ക് വരണം. നമ്മുടെ സമരായുധങ്ങൾ ജഡീകങ്ങളല്ല, അവ ദൈവത്തിൽ ശക്തങ്ങളാണ്. ദൈവജനത്തിന്റെ ഉപവാസത്തിന് വലിയ പവർ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വചനത്തിൽ കണ്ടില്ല, ഉപവാസം പ്രഖ്യാപിക്കുക, മഹാസഭ വിളിച്ചുകൂട്ടുക, ദൈവജനം ഒന്നിച്ചു വന്ന് ഒരു മനസ്സോടെ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട്, തൻ്റെ കുടുംബങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജോയേൽ പ്രവചനം 2-ാം അധ്യായം 12-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. കർത്താവ് ഈ വചനത്തിലൂടെ എന്താ നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങൾ നെടുവീർപ്പോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടെ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, എൻ്റെ സന്നിധിയിലേക്ക് വരിക. ദൈവജനം ഉപവാസത്തിന്റെ ആത്മാവിൽ ഉണർത്തപ്പെടുവാൻ കർത്താവ് നമ്മോട് ആവശ്യം, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരിക. നമുക്കിന്ന് ആത്മശക്തി ക്ഷയിച്ചു പോയതിൻ്റെ കാരണം, നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ ദുഃഖിതരും നിരാശിതരുമായി തീർന്നതിൻ്റെ കാരണം, നമ്മുടെ കുടുംബങ്ങൾ കലഹത്തിലും മാത്സര്യത്തിലും വെറുപ്പിലും ശിഥിലീകരണത്തിലുമായി നാശത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഈ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. എൻ്റെ ജനമേ, നിങ്ങൾ ഉപവാസത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇത് കർത്താവിൻ്റെ ആഹ്വാനമാണ്. നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നു? ഈ വചനം മനസ്സിലാകുന്നുണ്ട് സഹോദരങ്ങൾ? വീണ്ടും ജോയേൽ പ്രവചനം 2:17 വരുമ്പോൾ ഇതേ വചനം പരിശുദ്ധാത്മാവ് ആവർത്തിക്കുകയാണ്. 2:17, സിയോനിൽ കാഹളമൊഴുക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ. ഉപവാസം പ്രഖ്യാപിക്കുക. സഹോദരങ്ങളെ, എത്രയോ പ്രാവശ്യം ഞാൻ പരിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ അനേക പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ ജനത്തോട് ആവശ്യപ്പെടുകയാണ്, ഉപവാസം പ്രഖ്യാപിക്കുക. എൻ്റെ ജനമേ, നിങ്ങൾ ഉപവാസത്തിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തിന്റെ കൃപയിൽ ഉണർത്തപ്പെടുക. നമ്മൾ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. The time of the fasting. ഇത് ഉപവാസത്തിന്റെ നാളുകളാണ്.
ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഉപവസിക്കുന്നത്? ഉപവസിക്കുന്നത് എന്ത് പ്രയോജനം? ഉപവാസത്തിന്റെ കാലം കഴിഞ്ഞില്ലേ? നമ്മളിനി ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ 100 ചോദ്യങ്ങള് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരുന്നുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുന്നു. ഉപവാസത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും അതിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയും എത്രമാത്രം മഹത്തരമാണെന്ന് കർത്താവിന്റെ സത്യവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര രോഗികളാണെങ്കിലും, ഷുഗറുള്ളവരാണെങ്കിലും, പലവിധ ശാരീരിക രോഗപീഠകളുള്ളവരാണെങ്കിലും, നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, ഉപവസിക്കാനുള്ള ഒരു ആഗ്രഹവും തീഷ്ണതയും ഉണ്ടെങ്കിൽ ആർക്കും ഉപവസിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ വചനം കാണിച്ചു തരികയാണ്. നമുക്കറിയാം, മോശ പ്രവാചകൻ കർത്താവിന്റെ കരങ്ങളിലെ ഒരു ശക്തമായ ഉപകരണമായിരുന്നു. ഒരു ഉന്നതനായ ദൈവജനത്തിന് മേൽ ദൈവശക്തി ഇറക്കിക്കൊണ്ടുവന്ന കർത്താവിന്റെ പ്രവാചകൻ മോസസ് 2 പ്രാവശ്യം 40 ദിനരാത്രങ്ങൾ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ കർത്താവിനോടൊപ്പം മോശ പ്രവാചകൻ ചെലവഴിച്ചു. ദൈവജനത്തിന്റെ വിമോചനത്തിന് വേണ്ടി, ദൈവജനത്തെ നയിക്കുവാനുള്ള ദൈവാലോചനകൾ സ്വീകരിക്കുവാനായി, തന്റെ പ്രവാചക ശുശ്രൂഷയിൽ ആവശ്യമായ ആത്മശക്തിക്കായി 40 ദിനരാത്രങ്ങൾ മോശ പ്രവാചകൻ കർത്താവിനോടുകൂടെ ചെലവഴിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ആത്മശക്തി നീ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബം അഭിഷേക കുടുംബമായി മാറുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്ന കൃപയുള്ള മക്കളായി വളരാൻ, നമ്മുടെ സഭയിലും സമൂഹത്തിലും ശക്തമായ ആത്മപകർച്ച വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ആത്മാ പറയുന്നത്? നീ ഉപവാസത്തിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തോടെ എന്റെ സന്നിധിയിലേക്ക് വരിക. എത്ര ശക്തമായ വചനമാണ്! ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ എസ്രയുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന എസ്ര ദൈവജനത്തിന്റെ ആത്മീയ അപജയത്തെ ഓർത്ത് എസ്ര പുരോഹിതൻ വേദനയോട് ഉപവസിച്ചു. ജെറുസലേമിലേക്കുള്ള യാത്ര അത് സുഗമമാകുവാൻ വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ചു. നെഹെമ്യ തന്റെ മിഷൻ അതിൽ ക്ലാരിറ്റി കിട്ടാൻ ദൈവത്തിന്റെ സഹായത്തോടു കൂടി ആ മിഷൻ പൂർത്തീകരിക്കുവാൻ ദിവസങ്ങളോളം നെഹെമ്യ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എസ്തേറിന്റെ ഉപവാസം ദൈവജനത്തിന് അത്ഭുതകരമായ വിമോചനവും സംരക്ഷണവും ലഭിച്ചു, വിജയം കിട്ടി. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേൽ ഫാസ്റ്റിംഗ്, നമുക്ക് സുപരിചിതമായ ഫാസ്റ്റ്, ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ചു. പ്രവാചകനായ ഏലിയ, ഏലീഷ അവർ ഉപവസിച്ചു. ഈ തിരുവചനത്തിന് നമ്മെ പഠിപ്പിക്കാനുള്ള സത്യം എന്താ? ഈ പ്രവാചകരും ദൈവമനുഷ്യരുമായ ഈ ജീവിതങ്ങളെല്ലാം ഉപവാസത്തിന്റെ ശക്തി മനസ്സിലാക്കി അവർ ഈ കൃപയിൽ ജീവിച്ചവരും ശുശ്രൂഷിച്ചവരുമായിരുന്നു. അതിനാൽ അതിശയകരമായ ആത്മപ്രവർത്തനം ഇവരുടെ ജീവിതത്തിലൂടെ ജനത്തിന്റെ മധ്യേ കർത്താവ് വെളിപ്പെടുത്തി. പുതിയ നിയമത്തിലോട്ട് വരിക. നമ്മുടെ കർത്താവ് 40 ദിനരാത്രങ്ങൾ തന്റെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിക്കുന്നതിനേക്കുമ്പോൾ ഉപവസിച്ച് ആത്മശക്തി പ്രാപിക്കുകയാണ്. അപ്പോസ്തലന്മാർ ഉപവസിച്ചു. പൗലോസ്ലീഹ എത്രയോ തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. അപ്പൊ ഉപവസിക്കേണ്ട ആവശ്യമില്ല. ഉപവാസത്തിന്റെ കാലമല്ല ഇത്. ഉപവാസത്തിന്റെ കാലം തീർന്നു എന്നൊക്കെ ചിന്തിച്ച് അപ്രകാരം ആരെങ്കിലും ഹൃദയത്തിൽ കരുതിയിരിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. യെസ്, ഇത് ആത്മാവിന്റെ ദൂത നിന്നോട് കർത്താവ് സംസാരിക്കുന്ന സമയമാണ്. ഈ ഒരു കൃപ നമുക്ക് എവിടേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. തന്മൂലം നമ്മൾ ആത്മശക്തി ഇല്ലാതെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നു.
നമ്മുടെ തലമുറകളിൽ പലവിധ ബന്ധനങ്ങൾ അടിഞ്ഞുകൂടി ആ യഥാർത്ഥമായ സൗഖ്യത്തിന്റെ കൃപയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയാതെ വരുന്നു. നമ്മുടെ സഭയും സഭാ സമൂഹങ്ങളും അറിഞ്ഞറിയാതെയോ ചില ആത്മീയ തകർച്ചകളിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ നമ്മുടെ സത്യവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, ആദിമ സഭ ഉപവസിച്ച സഭയായിരുന്നു, ഫാസ്റ്റിംഗ് ചർച്ചായിരുന്നു. ആദിമ സഭയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ടാണ് ആ സാധാരണ കരങ്ങളിലൂടെ ആത്മാവ് അസാധാരണമായ വിധത്തിൽ പ്രവർത്തിച്ചത്? അവർ ഉപവാസത്തിന്റെ ജനമായിരുന്നു. അവർ ഉപവസിക്കുന്ന സഭയായിരുന്നു. ആദിമ സഭയുടെ കരുത്തെന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു. അവരെന്തിനും അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നുണ്ട് എത്രയോ അതിശയകരമായ വിധത്തിലാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിച്ചത്. അനേകർ അത് കണ്ട് ഭയപ്പെട്ടു. എല്ലാവരിൽ ദൈവഭീതി ഉണ്ടായി. കാരണം അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. ജനങ്ങൾ അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഇതിനെല്ലാം ആത്മീയ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദിമ സഭയുടെ ഉപവാസമായിരുന്നു, അവരുടെ പ്രാർത്ഥനയായിരുന്നു. എന്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് ആത്മാവിന്റെ പ്രവർത്തനം! ഇത് ഇന്നും തന്റെ ജനത്തിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഇന്നും തന്റെ സഭയിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ വിശ്വസ്തനാണ്. തന്നെ സ്നേഹിക്കുന്നവരിൽ, തന്നെ അനുസരിക്കുന്നവരിൽ തന്റെ അതിശയകരമായ പ്രവൃത്തികളെ വെളിവാക്കുവാൻ ഇന്നും ആത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാമത്തെ വചനം 2-ൽ എന്താ പറയുന്നത്? അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയുവേ. ആരാണ് ഈ അവര്? അന്ത്യോക്യ സഭയിലെ സഭാ നേതൃത്വമാണ്. അന്ത്യോക്യ സഭയിലെ ആ സഭാ നേതൃത്വം കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ. പ്രയർ ആൻഡ് ഫാസ്റ്റ്, അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. ഇതാണ് സഭയുടെ കരുത്ത്, ഇതാണ് സഭയുടെ വളർച്ച, ഇതാണ് സഭയുടെ നിലനിൽപ്പ്. സഭയുടെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ബിസിനസ് മേഖലകൾ, ഇതെല്ലാം പ്രാർത്ഥനയിൽ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ കൃഷിയിടങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾ ചിന്തിക്കരുത്, ആത്മീയമായ മേഖലകളിൽ മാത്രമല്ല, ഭൗതിക മേഖലകളിൽ നിലനിൽപ്പ് പ്രാർത്ഥനയും ഉപവാസത്തെയും അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യേ, അവിടെ അത്ഭുതകരമായ വളർച്ച കർത്താവ് തരും. ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ മാത്രമല്ല, നിന്റെ കൃഷിയിടങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ, ആദായ വഴികളിൽ അതിശയകരമായ വിധത്തിൽ കർത്താവിന്റെ പ്രവർത്തനം സംഭവിക്കും. സ്തുതിക്കുന്നു. നിന്റെ മക്കളിലുള്ള പൈശാചിക പീഡകൾ ചിതറിപ്പോകും. അവർ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ അറ്റുവീഴും. സംസനെ ബന്ധിച്ച ആ ചണനൂലുകൾ കരിഞ്ഞു പോയതുപോലെ പൈശാചിക രൂപികള്, പൈശാചിക പീഡകള് നമ്മുടെ മക്കളെ ബന്ധിച്ചിരിക്കുന്ന ആ പാപബന്ധനത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അവിശ്വാസത്തിന് കെട്ടുപൊട്ടിക്കാൻ നിന്റെ ഉപവാസത്തിന് കഴിയും. നിന്റെ ഉപവാസത്തിന് കഴിയും. സഹോദരങ്ങളെ, ഇതിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. പവർ ഓഫ് ഫാസ്റ്റിംഗ്, ഉപവാസത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 13:3 പറയാണ്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വചനമാണത്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഫാസ്റ്റ് ആൻഡ് പ്രയർ. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിനക്കൊരു സമർപ്പണമുണ്ടോ? നിന്റെ മുൻപിൽ ഒന്നും അസാധ്യമായിരിക്കുകയില്ല.
പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിനക്കൊരു തീരുമാനമുണ്ടോ? നിന്റെ മുൻപിലുള്ള മലകൾ വഴികളായി മാറും, വഴികളായി മാറും. പ്രതിബന്ധങ്ങളെ ഭേദിക്കുന്ന ദൈവശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും, അസാധ്യതകൾ സാധ്യതകളാകും. ഫാസ്റ്റ് ആൻഡ് പ്രയർ, ഉപവാസ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ശക്തി അവർ കൈവച്ചവരെ പറഞ്ഞയച്ചു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14 അധ്യായം Acts 14 എന്താ വചനം പഠിപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനം 14 24 വചനം നമുക്ക് ശ്രദ്ധിക്കാം. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ച കർത്താവിനെ അവർ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഉപവാസത്തോടും കൂടെ പൗലോസ്ലീഹായും സഭാ നേതൃത്വവും ആ സഭാ ശ്രേഷ്ഠന്മാരെ ഇങ്ങനെയാണ് അഭിഷേകം ചെയ്ത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും. നമ്മുടെ തലമുറ അഭിഷേക തലമുറയാകും. നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകമുള്ള കുടുംബങ്ങളാകും, പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളാകും. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരന്മാരും ആ കുടുംബത്തിലുള്ളവർ ഉപവസിക്കണം. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞ മോശ പ്രവാചകൻ വെറുതെ പറയുന്നതല്ല. 2 പ്രാവശ്യമാണ് തൻ്റെ പ്രവാചക ശുശ്രൂഷയിൽ രേഖപ്പെടുത്തി, ചിലപ്പോൾ പല പ്രാവശ്യം അപ്രകാരം ഉപവസിച്ച് കാണാം. 40 ദിനരാത്രങ്ങൾ ഫാസ്റ്റ് ചെയ്തു. പുറപ്പാട് പുസ്തകം 24:18. മോശ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് മലമുകളിലേക്ക് കയറി 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. കർത്താവിനോടൊപ്പം കർത്താവിന്റെ പ്രസൻസിൽ മോശ പ്രവാചകൻ കഴിയുകയാണ്. കർത്താവിനോട് ചേർന്ന് അവന്റെ തിരുമുഖത്തേക്ക് നോക്കി ആ സാന്നിധ്യത്തിൽ കർത്താവിന്റെ മഹത്വത്തിൽ മോശ വസിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ്, ഈ ബന്ധത്തിൽ, ഇതുപോലെയുള്ള ഈ ഫാസ്റ്റിംഗ് ഉപവസിച്ചുള്ള തൻ്റെ പ്രാർത്ഥനയിൽ നിന്നാണ് ദൈവജനത്തിന് ആവശ്യമായ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ട ആത്മീയ ശക്തി മോശ പ്രാപിച്ചത്. ദൈവജനത്തെ നയിക്കുവാനുള്ള ആത്മീയ കരുത്ത് മോശ പ്രവാചകന് ലഭിച്ചത് ഈ 40 days ഈ ഉപവാസവും പ്രാർത്ഥനയാണ്. സഹോദരൻ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? എന്തുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയാത്തത്? കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിച്ച് കൃപയോടെ ജീവിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നത് നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടല്ല. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടല്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ്, ഉപവാസം, ഫാസ്റ്റിംഗ്. പരിശുദ്ധ വചനം പറയുന്ന ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കുന്നതിനോട് ബന്ധപ്പെട്ട് പുറപ്പാട് 34:28. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ ആ സീനായ മലമുകളിൽ ചെലവഴിക്കുകയാണ്. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഫാസ്റ്റിംഗ്, ഉപവാസത്തിന്റെ പവർ കണ്ട സഹോദരങ്ങളെ. പിന്നെ അത്ഭുതകരമായ ദൈവ തേജസ് സമ്മഗിച്ചുകൊണ്ട് ജനത്തിന്റെ മധ്യേ മോശ കടന്നു വരുന്ന മനോഹരമായ രംഗങ്ങൾ തുറന്നുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. ജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധം മോശയുടെ മുഖം ദൈവ തേജസ് കൊണ്ട് പ്രകാശിതമായി. ഗ്ലോറിയസ് പ്രസൻസ്, കർത്താവിന്റെ മഹത്വമേറിയ സാന്നിധ്യം കൊണ്ട് ആ മുഖം ശോഭയുള്ളതായി നോക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും പ്രകാശം. ഈ ഒരു കൃപയിലേക്ക് മോശ ഉയർത്തപ്പെട്ടത് പ്രാർത്ഥനയിലൂടെ. എന്താണ് സഹോദരങ്ങളെ ഈ ഉപവാസം? അനേക പ്രാവശ്യം നമ്മൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഉപവാസം. വാട്ട് ഈസ് ഫാസ്റ്റിംഗ്? എന്താകുന്നു ഉപവാസം? പല വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും യെശയ്യാ പ്രവചനം 58 അധ്യായം 6 വചനത്തിൽ ഉപവാസം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 58:6. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും
മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ വസിക്കുന്ന അനുഭവമാണ്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. ഞാൻ പാപത്തിലും അശുദ്ധിയിലും നിന്ന് ഉപവസിച്ചത് കൊണ്ട് ആ ഉപവാസത്തിന് വലിയ പ്രയോജനമില്ല സഹോദരങ്ങളെ. ഞാൻ കർത്താവിനോട് കൂടെ പാപത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പ്രസൻസിലായിരുന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിലൂടെ അസാധാരണമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ വെളിപ്പെടും. അവിടെ കെട്ടുകൾ പൊട്ടും, ബന്ധനമഴിയും, ദുർഗമങ്ങളെ കോട്ടകൾ തകരും, പിശാചിന്റെ പിടികൾ പൊട്ടും, ആത്മാക്കൾ സ്വതന്ത്രരാകും, ജനം കർത്താവിനെ കണ്ടുമുട്ടും, ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ആത്മപകർച്ച സംഭവിക്കും. ദൈവജനത്തിന്റെ ഉപവാസത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വൻകാര്യങ്ങളാണിത്. ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാന ആധാരമായിട്ട് ഞാൻ പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. പാപം വിട്ടൊഴിഞ്ഞ് കർത്താവിനോടൊപ്പം വസിക്കുന്നൊരു അനുഭവം. ഉപവാസം എന്നും പറഞ്ഞ് കാലത്ത് മുതൽ വൈകിട്ട് വരെ നല്ല കിടന്ന് ഭയങ്കരമായ ഉറക്കം. എന്ത് പ്രയോജനം അതുകൊണ്ട്? ഞാൻ ഉപവസിക്കാന്ന് പറഞ്ഞ് കുറ്റം പറയുക, പരദൂഷണം പറയുക, ഏഷ്യടി പറയുക. ഉപവാസ പ്രാർത്ഥനയിലാണ് ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. 3 days 3 ദിവസം ഫാസ്റ്റിങ്ങിലാണ്, അല്ലെങ്കിൽ ഏകദിന ഉപവാസത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ 7 ദിവസം ഉപവാസത്തിലാണ്, 21 ദിവസം ഉപവാസത്തിലാണ്. പക്ഷെ ഈ സമയത്തല്ല ഞാൻ കുറ്റപ്പെടുത്തുക, പരദൂഷണം പറയുക, ഏഷ്യടി പറയുക, അപവാദം പറയുക, അഹങ്കരിക്കുക, മോശമായി പെരുമാറുക, അശുദ്ധിയോടെ ജീവിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആ ഉപവാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് ഈ പ്രവാചക വചനത്തിലൂടെ പരിശുദ്ധാത്മ പറയുന്നത്. ദുഷ്ടതയുടെ കെട്ടുകൾ നീ അഴിക്കണം, നീ പാപത്തിൽ നിന്ന് വിട്ടൊഴിയണം, പാപത്തിൽ നിന്ന് പിന്തിരിയണം, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ആ ഉപവാസത്തിന് വലിയ പവറുണ്ടെന്ന് ആത്മാവ് പഠിപ്പിക്കുകയാണ്. വീണ്ടും 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. യെശയ്യാ പ്രവചനം 58. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ല. ചിലർ ഞങ്ങൾ കുറെ ഉപവസിച്ചു, പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയില്ല. പലരും ഇപ്രകാരം പറയാറുണ്ട്, ഉപവസിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ നിയോഗങ്ങൾ നടന്നു കിട്ടിയില്ല, എൻ്റെ ആവശ്യങ്ങളിൽ അത്ഭുതം നടന്നില്ല, ഞാൻ ഇനി എന്തിനു ഉപവസിക്കുന്നത്? ഉപവാസം കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യമാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നില്ല, ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നു, എന്തിനു ഉപവസിക്കുന്നത്? എൻ്റെ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല, എൻ്റെ കുടുംബത്തിൽ തകർച്ചകൾ മാറുന്നില്ല, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ, ഇപ്രകാരം പരിതപിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് ചോദിക്കുക, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നു, തുടർന്ന് എന്താ കാണുന്നത്? ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? കർത്താവ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. കർത്താവ് പറയാ, എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു, കലഹിക്കുന്നു, ശണ്ട കൂടുന്നു, ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നു. ഇതിന് മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. ഇത്തരം ഉപവാസങ്ങൾ ദൈവസന്നിധിയിൽ എത്താൻ ഉപകരിക്കുകയില്ല. എന്താ നമ്മുടെ ഉപവാസങ്ങൾ ദൈവം പ്രവർത്തിക്കാത്തത്? ഉപവാസത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, നമുക്ക് അടിസ്ഥാന മാനസാന്തരം വരുന്നില്ല, പാപം ഉപേക്ഷിക്കുന്നില്ല, ദുഷ്ടത ഉപേക്ഷിക്കുന്നില്ല, വെറുപ്പ് ഉപേക്ഷിക്കുന്നില്ല, അഹങ്കാരം ഉപേക്ഷിക്കുന്നില്ല, സ്വാർത്ഥത ഉപേക്ഷിക്കുന്നില്ല, അശുദ്ധി ഉപേക്ഷിക്കുന്നില്ല, ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ശണ്ട കൂടുന്നു, കലഹിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അശുദ്ധിയിൽ ജീവിക്കുന്നു, പരദൂഷണം പറയുന്നു, ഏഷ്യടി പറയുന്നു, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നു, ദ്രോഹിക്കുന്നു, വഞ്ചിക്കുന്നു, കള്ളത്തരങ്ങൾ കാണിക്കുന്നു, കപടതയോടെ പെരുമാറുന്നു. ഇങ്ങനെയുള്ള പാപത്തിന്റെ വഞ്ചനാത്മകമായ പ്രവർത്തികളെ വിട്ടൊഴിഞ്ഞ് കർത്താവിനോട് കൂടെ വസിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവ് പറയുക, അതുകൊണ്ട് നിങ്ങളുടെ ഉപവാസങ്ങൾ ദൈവസന്നിധിയിൽ എത്തുന്നില്ല. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അത് കർത്താവ് കേൾക്കുന്നില്ലെന്ന്. കർത്താവ് കാത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, നമുക്ക് വേണ്ട വിധ ഒരുക്കമില്ല.
നമ്മൾ കർത്താവിനോട് കൂടെയല്ല. ലോകത്തിന്റെ അരൂപിയിൽ നയിക്കപ്പെട്ട് ലോകത്തിന്റെ ആത്മാവിൽ ജീവിച്ച് 3 അല്ല 7 അല്ല 12 അല്ല 21 അല്ല 40 അല്ല 400 ദിവസം ഉപവസിച്ചാലും പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആ ഉപവാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ഫാസ്റ്റിംഗ് എങ്ങനെയാണ്? വെറുതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താതെ, അടിസ്ഥാന മാനസാന്തരം എന്ന കൃപയിലേക്ക് നീ വരാതെ, കുറെ ഉപവസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് കർത്താവ് നമ്മെ അറിയിക്കുകയാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥമായ ഉപവാസ ചൈതന്യത്തിൽ പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് കർത്താവിനോട് കൂടെ വസിച്ച് നമ്മൾ ഉപവാസത്തിന്റെ ആത്മാവിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെശയ്യാ പ്രവചനം 58:8, 8-9 വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച വചനം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കൂ. വിശുദ്ധത്തിൽ ആമേൻ പറഞ്ഞേ. കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസത്തിന്റെ കൃപയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ സംരക്ഷിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും, നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടും. അവരെ ഓർത്ത് നിനക്ക് കരയേണ്ടി വരില്ല. ലോകത്തിന് ഏത് ദിക്കിൽ അവർ പോയാലും അവിടെ തന്റെ മഹത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ കരം എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കും. നമ്മുടെ തലമുറ സംരക്ഷിക്കപ്പെടും, നമ്മുടെ സഭ സംരക്ഷിക്കപ്പെടും, നമ്മുടെ കൃഷിയിടങ്ങൾ, വരുമാന മാർഗങ്ങൾ, നമ്മുടെ ബിസിനസ് സംരംഭങ്ങൾ കർത്താവിൻ്റെ മഹത്വത്താൽ സംരക്ഷിക്കപ്പെടും. എപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ, ആ ചൈതന്യത്തിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിശയകരമായ ആത്മപ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് തരും. ഇത് മനുഷ്യന്റെ ഉറപ്പല്ല, സർവശക്തനായ കർത്താവ് തന്റെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരികയാ. ഇത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ 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 കർത്താവേ, ആമേൻ കർത്താവേ. ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവേ, അപ്പൊ ഉപവാസം എന്താണെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കണ്ണുനീരുകളിൽ, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, അവിടെയെല്ലാം അതിശയകരമായ ദൈവശക്തിയുടെ വെളിപ്പെടലുണ്ടാകും. കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങി വരും. നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ശക്തി ഇറങ്ങും. നമ്മൾ നേരിടുന്ന പ്രതിബന്ധങ്ങളിലേക്ക് കൃപ ഇറങ്ങും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മശക്തി വ്യാപരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ തീയിൽ കത്താൻ തുടങ്ങും. പകർച്ചയുണ്ടാവും, ആത്മാവിന്റെ പകർച്ച നമ്മുടെ മക്കളിൽ ഉണ്ടാകും. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. എപ്പോഴാ? നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ഉപവസിക്കുന്നവനെ തകർക്കാൻ പറ്റില്ല സഹോദരൻ. നമ്മളിത് മനസ്സിലാക്കണം. ചിലർ പറയാറുണ്ട് കർത്താവ് ഉപവാസത്തിന് അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന്. നിശ്ചയമായും കർത്താവ് ഉപവസിച്ച് കാണിച്ചു എന്ന് നമുക്ക്. സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ ഈശോ മിശിഹ ഉപവാസത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തന്നു ഈശോയുടെ ജീവിതത്തില്. പിന്നെ എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? ഉപവാസത്തിന് കാലം കഴിഞ്ഞു, ഇനി ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് നമ്മൾ സമയം കളയേണ്ട സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുക, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുക, വിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തിലേക്ക് നോക്കുക, സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുക, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുക. അവർക്കെല്ലാം നമ്മോട് ഒരുപോലെ പറയാനുള്ളത് ഉപവാസത്തിന് ശക്തിയുണ്ട്. ഉപവാസത്തിന് ശക്തി നീ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിലോട്ട് വരിക. കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം അല്ലേ, അവിടെ വചനം പറയാണ്. 9-ാം അധ്യായം 15-ാമത്തെ വാക്യം, മത്തായി 9:15. എന്താ വചനം പഠിപ്പിക്കുന്നത്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖം ആചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ
ഉപവസിക്കും. അപ്പോൾ അവർ ഉപവസിക്കും. എൻ്റെ സഹോദരൻ, മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും. നമ്മുടെ കർത്താവ് ശാരീരികമായി നമ്മോടൊപ്പമില്ല. കർത്താവിൻ്റെ സ്പിരിച്വൽ പ്രസൻസ് ആണ് നമ്മോടൊപ്പം, ആത്മീയ സാന്നിധ്യം. നമ്മുടെ മണവാളൻ നമ്മൾ കാണുന്നൊരു ദിവസമുണ്ട്, അത് അവൻ്റെ പ്രത്യാഗമന നാളിൽ, നമ്മുടെ മരണശേഷം കർത്താവിനെ നമ്മൾ കാണും. ഇപ്പോൾ നമ്മോടൊപ്പം കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അല്ല, സ്പിരിച്വൽ പ്രസൻസ് ആണ്. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? തീഷ്ണതയോട് ഉപവസിക്കണം. മണവാളൻ ശാരീരികമായി നമ്മോടൊപ്പം ഇല്ലാത്തൊരു കാലമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഉപവസിക്കേണ്ട നാളുകൾ. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും കർത്താവ് പഠിപ്പിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ വചനം, 2:20. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ നമ്മൾ ഉപവസിക്കേണ്ട നാളുകളായത്. നമ്മുടെ കർത്താവ് ശാരീരികമായി നമ്മോടൊപ്പമില്ല, നമ്മൾ ഉപവസിക്കേണ്ട നാളുകളാണിത്. ദൈവജന ഉപവാസത്തിന് കൃപയിലേക്ക് മടങ്ങി വരേണ്ട നാളുകൾ. നമ്മൾ ഉപവസിക്കുന്ന കുടുംബങ്ങളായി, ഉപവാസത്തിന്റെ സഭയായി, ഉപവസിക്കുന്ന സഭാ സമൂഹങ്ങളായി, ഉപവാസത്തിന്റെ കൂട്ടായ്മകളായി ഈ നാളുകളിൽ നമ്മൾ ഉണരണം സഹോദരങ്ങളെ. ഇത് ദൈവ പദ്ധതിയാണ്. തന്റെ ജനത്തെ കുറിച്ചുള്ള ആത്മാവിന്റെ പദ്ധതിയാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി. എന്തിനാ നമ്മൾ ഉപവസിക്കുന്നത്? പ്രധാനമായും ആത്മശക്തി വർദ്ധിക്കാനാണ്. നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള ഏതൊരു ശുശ്രൂഷയുടെയും അടിസ്ഥാനവും വളർച്ചയും നിലനിൽപ്പും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് സെക്യുലർ പവർ കൊണ്ടല്ല, നമ്മുടെ പണക്കൊഴുപ്പ് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ടോ കാര്യസിദ്ധികൾ കൊണ്ടല്ല സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് ആത്മീയ ശക്തി കൊണ്ടാണ്. ഈ ആത്മീയ ശക്തിയുടെ അടിത്തറയിൽ മേൽ വേണം നമ്മുടെ കുടുംബങ്ങൾ പണിതുയർത്തപ്പെടേണ്ടത്. ഇന്ന് നമുക്ക് ഈ ആത്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. തന്മൂലം നമ്മുടെ കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു, കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. നിസാര കാര്യങ്ങളെ പ്രതി കുടുംബത്തിൽ ഇന്ന് ഭിന്നതയും അടിപിടിയും വഴുക്കും ബഹളവും. എന്തുമാത്രം കുടുംബങ്ങളെയാ ഈ വിധം പിശാച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? സ്പിരിച്വൽ പവർ ഇല്ല, ആത്മീയ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മീയ ശക്തി, സഭയുടെ വളർച്ച, നിലനിൽപ്പ് എന്ന് പറയുന്നത് ആത്മീയ ശക്തി, സെക്യുലർ പവർ അല്ല. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മ ശക്തിയാണ് സഭയുടെ നിലനിൽപ്പ്. ആദിമസഭ അതിവേഗം വളർന്നു. പെന്തക്കോസ്ത ദിനത്തിൽ 3000 പേര് മനസാന്തരപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ 3000 എന്നുള്ളത് 5000 പിന്നീട് അത് 10000 കർത്താവിൽ വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ ദിനംതോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അത് 10000ങ്ങളിലേക്ക് വളരുകയാണ്. എന്താ കാരണം സഹോദരങ്ങളെ? അതിന് ആത്മീയ ശക്തി, സ്പിരിച്വൽ പവർ ഉണ്ടായിരുന്നു. ആ സ്പിരിച്വൽ പവറിലാണ് സഭ വളർന്നത്. രാഷ്ട്രീയ ശക്തിയിലല്ല, പണശക്തിയിലല്ല, മാനുഷിക ശക്തിയിലല്ല, പരിശുദ്ധാത്മ ശക്തി, ആത്മാവിന്റെ ശക്തിയിൽ, സ്പിരിച്വൽ പവറിൽ സഭ വളർന്നു. നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും കൂട്ടായ്മകളും മിനിസ്ട്രികളെല്ലാം വളരേണ്ടത് ഈ ആത്മീയ ശക്തിയിലാണ്, സ്പിരിച്വൽ പവറിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉപവാസ കൃപയിലേക്ക് വരണം. ഉപവസിക്കണം. നമ്മൾ കർത്താവിനോടൊപ്പം ഉപവസിക്കണം സഹോദരൻ. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കി ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-2 വചനങ്ങൾ. യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കണ്ടു. ആത്മാവിൽ നിറഞ്ഞു. ആത്മനിറവോടെ ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ആത്മനിറവുള്ള ഒരു വ്യക്തിയിലാണ് ആത്മ നടത്തിപ്പുണ്ടാകുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതത്തെയാണ് പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ആത്മാവിന്റെ നിറവില്ലാത്ത ഒരു വ്യക്തിയെയും ആത്മാവ് നയിക്കുകയില്ല. ജീസസ് വാസ്
ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ കർത്താവ് പൂർണ്ണമായും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ലൂക്കാ 3-ാം അധ്യായം 21-22 കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ ജ്ഞാനസ്നാന സ്വീകരണ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേലിറങ്ങി വന്നു. ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മനിറവ് പൂർണ്ണമായി പ്രാപിച്ചവനാ കർത്താവ്. ആ കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. 2-ാമത്തെ വചനം പറയുന്നു, അല്ലേ, അവൻ 40 ദിനരാത്രങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. ഒന്നും അവൻ ഭക്ഷിച്ചില്ല. 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവനെ വിശന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ മരുഭൂമിയിൽ കഠിനമായ പ്രലോഭനങ്ങൾ, പരീക്ഷകൾ കർത്താവ് നേരിടേണ്ടി വന്നു. എന്നാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിന്റെ അനന്ത ശക്തിയാലും ഈ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തി കർത്താവ് ആത്മാവിൽ നയിക്കപ്പെടുകയാണ്. ഇത് സംഭവിച്ചു ലൂക്കായുടെ സുവിശേഷം 4:13 പറയാം. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. 4:14 ഉച്ചത്തിൽ വായിക്കുക. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയോടുകൂടെ. അവരൊന്നിച്ച് പറഞ്ഞ്, ആത്മാവിന്റെ ശക്തിയോടുകൂടെ. ഈ ആത്മശക്തിയിൽ വർധനവുണ്ടായത് എപ്പോഴാണ്? 40 ദിനരാത്രങ്ങൾ ആ മരുഭൂമിയിൽ കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരേ, നിന്റെ മേൽ ആത്മശക്തി വർദ്ധിക്കണോ? നിന്റെ കുടുംബം ആത്മശക്തിയിൽ വളരണോ? നിന്റെ മക്കൾ നിരന്തരം ഈ ആത്മശക്തി അനുഭവിക്കണോ? നിന്റെ തലമുറകളിലേക്ക് ഈ ആത്മശക്തിയുടെ പ്രവാഹം ഉണ്ടാകണം. നമ്മുടെ സഭയിൽ ഈ ആത്മശക്തിയുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം. നമ്മൾ ഉപവസിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ഉപവസിക്കുന്ന സഹോദരങ്ങളെ. ആത്മശക്തി, സ്പിരിച്വൽ പവർ, നമുക്ക് വേണ്ടത് സ്പിരിച്വൽ പവറാണ്, സെക്യുലർ പവർ അല്ല. ഈ ലോകത്തിന്റെ ശക്തിയല്ല, ഈ ലോകത്തിന്റെ വൈഭവങ്ങളല്ല. നമുക്ക് വേണ്ടത് ആത്മീയ ശക്തിയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ഈ സ്പിരിച്വൽ പവറാണ്. നമ്മുടെ തലമുറകളിൽ വ്യാപരിക്കേണ്ടത് ഈ ആത്മീയ ശക്തിയാണ്, സ്പിരിച്വൽ പവർ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപ തരണം. ഉപവാസ കൃപയിലേക്ക് ഞങ്ങളെ വീണ്ടും ഉണർത്തണം. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഉപവാസത്തിന്റെ ആത്മാവിൽ ഉണർത്തപ്പെടട്ടെ. സഭ മുഴുവന്റെ മേൽ ഈ അഭിഷേകം വ്യാപരിക്കണം. ഉപവാസത്തിന്റെ തീ ദൈവജനത്തിന് മേൽ കത്തിപ്പെടട്ടെ. പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. ദുർഗമങ്ങളായ കോട്ടകൾ തകരട്ടെ. ദേശങ്ങൾ, രാജ്യങ്ങൾ, ജനപദങ്ങൾ ആത്മാവിൽ ഉണരട്ടെ. ആത്മപകർച്ചയിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കും. ഭവനങ്ങളിലായിരിക്കുന്ന രോഗികൾ സുഖപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വർഷങ്ങളായി വിട്ടുമാറാത്ത രോഗപീഠ ബന്ധനത്തിലായിരിക്കുന്ന ഓരോ ജീവിതത്തിന്മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, രോഗികളെ സൗഖ്യമാക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ജീവിതങ്ങളെ സ്വതന്ത്രമാക്കുക, കുടുംബങ്ങളെ വിമോചിപ്പിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. വിളിച്ചു ആഗ്രഹത്തോടെ വിളിച്ചു. അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ വെളിപ്പെടുന്ന സമയം, ഡെലിവറൻസുകൾ വെളിപ്പെടുന്ന സമയം, പൈശാചിക ബന്ധങ്ങൾ അഴിയുന്ന സമയം, ഇത് പല പൈശാചിക പിടികളും പൊട്ടുന്നതായി ഞാൻ ആത്മാവിൽ കാണുന്നു. ചില കുടുംബങ്ങളിൽ വർഷങ്ങളായി പിശാചിട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളിലേക്ക് ഇത് ദൈവശക്തി ഇറങ്ങി വരുന്നു. അടിസ്ഥാനങ്ങൾ പൊട്ടിക്കണം. കരം പിടിച്ച് ആത്മാവിൽ കൈയടിച്ച് ആമേൻ, ആമേൻ. പവർ, ആത്മശക്തി, സ്പിരിച്വൽ പവർ. ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റ് അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആമേൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും. കരങ്ങൾ ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസത്തിന് ആത്മാവിനെ വർഷിക്കണമേ. ദൈവജനത്തിന് ഉപവാസം ചൈതന്യം വർഷിക്കണമേ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് ഉപവാസത്തിന് അരൂപിയെ വർഷിക്കണമേ. സഭ മുഴുവന്റെ മേലും ഉപവാസത്തിന് ആത്മാവിനെ പകരണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രഭോടിക്കട്ടെ, പ്രഭോടിക്കട്ടെ. അഭിഷേകം നിറയട്ടെ. അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. ആത്മാവേ തീയിറക്കണമേ, തീയിറക്കണമേ. ആത്മാവേ തീയിറക്കണമേ. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങട്ടെ. 1 രാജാക്കന്മാർ 18:38. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. കർത്താവേ, കുടുംബങ്ങളിലേക്ക് അഗ്നി ഇറങ്ങട്ടെ. സഭ മുഴുവനിലേക്കും അഗ്നി ഇറങ്ങട്ടെ. ഫയർ ഓഫ് ദ ലോർഡ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. യുവജനങ്ങളിലേക്ക് അഗ്നി ഇറങ്ങട്ടെ. കർത്താവിൽ നിന്ന് തീ ഇറങ്ങട്ടെ. അവരെ ചൂടുപിടിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൽ അവരെ ചൂടുപിടിപ്പിക്കുന്ന അഗ്നി, അവരെ ശുദ്ധീകരിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന, സുഖപ്പെടുത്തുന്ന 10,000ങ്ങളിൽ പടരട്ടെ, പടരട്ടെ, പടരട്ടെ. പരിശുദ്ധ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എൻ്റെ സഹോദരങ്ങളെ, ആത്മീയ മനുഷ്യർക്ക് ആത്മീയ ശക്തി വേണം. ആത്മീയ ശക്തിയുള്ളവരാണ് ആത്മീയ മനുഷ്യൻ. അല്ലെങ്കിൽ നമ്മൾ ജഡീകരും ലൗകികരുമായിട്ട് മാറും. ഇന്ന് ഈ സ്പിരിച്വൽ പവർ, ഈ ആത്മീയ ശക്തി നമുക്ക് ചോർന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ജഡീകരും ലൗകികരുമായി അധപതിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ജഡീകതകളിലേക്ക് നീങ്ങുന്നു. നമ്മുടെ സമൂഹങ്ങൾ അറിഞ്ഞറിയാതെയോ ലൗകികത, വേൾഡിനെസ്, ലോക അരൂപിയിൽ നയിക്കപ്പെടുന്നു. ലോകത്തിന്റെ ആത്മാവ് എവിടെയൊക്കെയോ നമ്മെ സ്വാധീനിക്കുന്നു. എന്തുകൊണ്ട്? ആത്മീയ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. സ്പിരിച്വൽ പവർ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ആത്മീയ ശക്തി വീണ്ടെടുക്കുവാൻ പ്രിയ ദൈവജനമേ, നമ്മൾ ഉപവാസത്തിലേക്ക് മടങ്ങി വരണം. ഉപവാസത്തിലേക്ക് മടങ്ങി വരണം. നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ, നമ്മുടെ മക്കൾ രക്ഷപ്പെടുവാൻ, നമ്മുടെ തലമുറകൾ രക്ഷപ്പെടുവാൻ, നമ്മുടെ സഭ നവീകരിക്കപ്പെടുവാൻ, ഈ ലോകം മുഴുവൻ ആത്മാവിന്റെ റിവൈവൽ, ഉണർവിലേക്ക് വരുവാൻ നമ്മൾ ഉപവാസത്തിലേക്ക് മടങ്ങി വരണം. ഫാസ്റ്റ്, ഫാസ്റ്റ്. ജനമേ, ഉപവസിക്കുക, ഉപവസിക്കുക. നമ്മളെല്ലാം ഉപവസിക്കുക. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കണം. പൗലോസ്ലിയുടെ ജീവിതത്തിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് പൗലോസ്ലിക പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം, അവിടെ 3 ദിവസം 3 days ഫാസ്റ്റിംഗ്. പൗലോസിന്റെ ആദ്യത്തെ ഉപവാസമായി നമ്മൾ വചനത്തിൽ കാണുന്നതാണ്. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി, ആത്മപകർച്ചയ്ക്കായി വിശുദ്ധ പൗലോസ്ലിക എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 9-ാമത്തെ വചനം. Acts 9:9 എന്താ പറയുന്നത്? 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ആരാ? സാവൂളാണ് പൗലോസായി മാറിയത്. 3 ദിവസത്തേക്ക് അവനൊന്നും ഭക്ഷിക്കുകയോ
പാനം ചെയ്യുകയോ ചെയ്തില്ല. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി, ശക്തമായൊരു ആത്മപകർച്ചയ്ക്കായി, തന്നിൽ ആ സ്പിരിച്വൽ പവർ, ആത്മാവിന്റെ ശക്തി വർദ്ധിക്കുവാനായി പൗലോസ് 3 ദിവസക്കാലം ഉപവാസത്തിൽ ചെലവഴിച്ചു. ഉപവാസത്തിലായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉപവസിച്ച് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നിങ്ങൾ വേറിട്ട ദിനങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? ഉണ്ടോ? നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലിയിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, ശുശ്രൂഷ മേഖലകളിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കാറുണ്ടോ? കർത്താവിനോട് കൂടെ ചില ദിനങ്ങൾ ഉപവാസത്തിലായിരിക്കുവാൻ നിന്റെ ജീവിതത്തിൽ വേറിട്ട ദിനങ്ങളുണ്ടോ സഹോദരങ്ങളെ? ശുശ്രൂഷകനായി ഞാൻ എന്നോട് ചോദിക്കണം, നീ വേറിട്ട് നിൽക്കാറുണ്ടോ? ഈ ആത്മശക്തി പ്രാപിക്കുവാൻ, ഈ ശക്തിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ. കുറച്ച് ദിവസങ്ങളായി ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നൊരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുക. ഈ വചനം എൻ്റെ ആത്മാവിൽ പല പ്രാവശ്യമായി പരിശുദ്ധാത്മ ഉണർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഈ വചനം ഇങ്ങനെ ഉണർത്തപ്പെടുന്നുണ്ട്. എൻ്റെ മകനെ, യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തി പ്രാപിക്കേണ്ട നാളുകളാണിത്. ആത്മശക്തി ഏറ്റെടുക്കേണ്ട നാൾ. കർത്താവിന്റെ കൃപാവരത്തിൽ നിന്ന് നീ ശക്തി സ്വീകരിക്കുക. ഈ ശക്തിയിൽ വേണം നീ പ്രാർത്ഥിക്കുവാൻ, നീ ഗാനശുശ്രൂഷ ചെയ്യുവാൻ, നീ വചനം പ്രഘോഷിക്കുവാൻ, കുടുംബമായി ജീവിക്കുവാൻ, നിന്റെ സമർപ്പിത ജീവിതം നയിക്കുക. നീ മധ്യസ്ഥത വഹിക്കേണ്ടത് ഈ ശക്തിയിൽ നിന്ന് വേണം. നീ ആ ശക്തി സ്വീകരിക്കുക. കർത്താവിന്റെ കൃപാവരത്തിൽ ഈ ശക്തി സ്വീകരിക്കാറുണ്ടോ? നമ്മൾ ശക്തി സ്വീകരിക്കാറുണ്ടോ? ആ ശക്തി സ്വീകരിക്കുവാൻ ചില ദിനങ്ങൾ നീ മാറ്റിവെക്കാറുണ്ടോ? വേറൊന്നിലും വ്യാപരിക്കാതെ, വേറൊന്നിലും നീ വ്യഗ്രതപ്പെടാതെ കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവ പൈതലേ, ഇല്ലെങ്കിൽ നീ ശക്തിയില്ലാത്തവനാകും, ശക്തി ക്ഷയിച്ചു പോകുന്നവളാകും. നമുക്ക് വേണ്ട വിധം ഈ ആത്മീയ ശക്തി ഇല്ലാത്തതിനെ ഇതുകൊണ്ട് ജനം കർത്താവിനെ കണ്ടുമുട്ടാത്തത്, ജനം അനുതാപത്തിലേക്കും ആത്മപകർച്ചയിലേക്കും വരാത്തതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ചോർന്നു പോയിട്ടല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. അവൻ സർവശക്തനാണ്. ഓമിനി പൊട്ടൻ, അവൻ എൽഷദയാണ്. പിന്നെ എന്തുകൊണ്ട് ജനം കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല? കാരണം നമ്മിൽ ആത്മശക്തിയില്ല. നമ്മൾ ഈ ശക്തിയിലല്ല കർത്താവിനെ പ്രഘോഷിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നത്, നമ്മൾ മ്യൂസിക് മിനിസ്ട്രി ചെയ്യുന്നത്, നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ബാഹ്യമായി പോവുകയാണ്. അതിൻ്റെ റിയൽ സ്പിരിറ്റിൽ നിന്ന് മാറിപ്പോകുന്നു. യഥാർത്ഥ ആത്മാവിനെ നമ്മൾ അറിഞ്ഞറിയാതെ എവിടെയൊക്കെയോ നിഷേധിക്കുന്നു. തന്മൂലം ജനത്തിന് പരിവർത്തനം ഉണ്ടാകുന്നു, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയണം. പൗലോസ് 3 ദിവസം ഉപവസിച്ചു ആത്മനിറവിന് വേണ്ടി. അതിന് റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനം 9:22 നിങ്ങൾ ശ്രദ്ധിച്ചു. 9:22 സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. യേശു തന്നെയാണ് ക്രിസ്തു എന്നതിൽ കൂടുതൽ ശക്തി, മോർ പവർ, കൂടുതൽ ശക്തി, അധികമായ ശക്തി സാവൂള് പ്രാപിച്ചു. എന്തുകൊണ്ട്? അവൻ ഉപവാസത്തിൽ കർത്താവിനോട് കൂടെ 3 ദിനക്കാലം ചിലവഴിച്ചു. തൻ്റെ ആദ്യത്തെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നീട് പൗലോസിന്റെ ജീവിതം നോക്ക്, നിരന്തര ഉപവാസത്തിലായിരുന്നു അദ്ദേഹം. തന്റെ സാന്നിധ്യത്തിൽ പിശാചുക്കൾ ജീവിതങ്ങളിൽ വിട്ടഴിഞ്ഞു പോയി, അലറി വിളിച്ചു പുറത്തേക്ക് പോയി. പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ അനേകം മാനസാന്തരങ്ങൾ ഉണ്ടായി. പൗലോസിന്റെ ശുശ്രൂഷ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ ജനമധ്യേ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തേ? ഈ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ കാരണം ഫാസ്റ്റിംഗ്, പ്രാർത്ഥനയും ഉപവാസവും. നിന്റെ മേൽ ആത്മശക്തി ഇറങ്ങണോ? ആത്മപകർച്ച നിനക്ക് അനുഭവിക്കാൻ പറ്റണം. ഇത് ചെയ്തേ പറ്റൂ. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല സഹോദരങ്ങളെ, ഒരു ഷോർട്ട് കട്ടുമില്ല. കൂടുതൽ ശക്തി ആർജിച്ചു. പൗലോസ് കൊരിന്ത്യക്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വചനമെടുക്ക. 6:5 മർദ്ദനങ്ങളിൽ, കരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ,
വിശപ്പിൽ. വിശപ്പിൽ പൗലോസ് പറയാണ്, വിശപ്പിൽ. എന്തുകൊണ്ട് പൗലോസ് വിശന്നത്? താൻ അനേകം ദിനങ്ങൾ ഉപവാസത്തിലായിരുന്നു. അനേകം ദിനങ്ങൾ രാവും പകലും താൻ ഉപവാസത്തിലായിരുന്നു. തനിക്ക് വിശന്നു. പക്ഷെ അദ്ദേഹം അവിടെയും വിശ്വസ്തയോടെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്തു. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ അതെൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഒരു സ്പാർക്കായിട്ട് തന്നു. അനേകം ദിനങ്ങൾ താൻ വിശപ്പിലായിരുന്നു. ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി, ജനം കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, സുവിശേഷത്തിനായി വാതിലുകൾ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ തുറക്കപ്പെടാൻ വേണ്ടി താൻ അനേക ദിനരാത്രങ്ങൾ ഉപവസിച്ചു. തന്മൂലം വിശപ്പുള്ളവനായി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 27-ാമത്തെ വചനം, 11:27 ഉച്ചത്തിൽ വായിച്ചെന്താ പറയുന്നത്? 11:20 അല്ലേ? 11:20, 2 കൊരിന്ത്യർ 11:27 എന്താ വചനം പറയുന്നത്? അവിടെ വചനം പഠിപ്പിക്കുകയാണ്, കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിൽ ജാഗരണം. എന്തോരം രാത്രി ജാഗരണ പ്രാർത്ഥന നടത്തിയത്! നിരവധി, എണ്ണി തീർക്കാൻ പറ്റുന്നില്ല. 2, 3, 5, 10 അല്ലെങ്കിൽ 50, 60 അല്ല, നിരവധി രാത്രികളിൽ താൻ കർത്താവിനോട് കൂടെ ജാഗരിച്ചു. താൻ ജാഗരിച്ചു പ്രാർത്ഥിച്ചു, ഉറക്കെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ജാഗരണ പ്രാർത്ഥന, നൈറ്റ് വിജിൽ എന്തുമാത്രം പൗലോസിലേക്ക് നടത്തി സഹോദരങ്ങൾ. അതിൽ നിന്നൊക്കെ ഈ ശക്തി പ്രാപിക്കുക. നമുക്കിതൊക്കെ ഇന്ന് കൈമോശം വന്നു പോയി, ഇവിടേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. തന്മൂലം നമ്മൾ തളർന്നു പോകുന്നു, നമ്മൾ ദുർബലരാകുന്നു, നമ്മുടെ ശക്തി കെട്ടുപോകുന്നു. നമ്മൾ അറിഞ്ഞറിയാതെയോ ലൗകികരും ജഡീകരുമായി അധപതിക്കുന്നു. എന്താ കാരണം? പവറില്ല. നോ പവർ, നോ പവർ, നോ പവർ. നിരവധി രാത്രികളിൽ താൻ ജാഗരിച്ചു പ്രാർത്ഥിച്ചു. വീണ്ടും വചനത്തിലോട്ട് വരാം, പെട്ടെന്ന് വരാം. ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും കണ്ടു. പലപ്പോഴും ഉപവാസം. ആഴ്ചയിൽ 7 ദിവസം ഉള്ളെങ്കിലും മിക്ക ദിവസവും ഉപവാസത്തിലായിരുന്നു. തൻ്റെ അപ്പോസ്തലിക ശുശ്രൂഷയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഉപവാസത്തിലായിരുന്നു പൗലോസ്ലീഹ മിക്കവാറും ഉപവാസത്തിലായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ചോദിക്കും, ഇനി ഉപവാസിക്കണം, ഉപവാസത്തിന് ആവശ്യമുണ്ടോ? ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന സഹോദരങ്ങളെ, അതത്ര ശരിയാണോ എന്ന് നാം നമ്മോട് ചോദിക്കണം. പക്ഷെ പൗലോസിനേക്കാളും പത്രോസിനേക്കാളും എല്ലാം മാറ്റിത്തരുത് നമ്മുടെ കർത്താവായ ഈശോയേക്കാളും വലിയവരാണോ നമ്മൾ? അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിത വഴിയുണ്ട്, ആത്മശക്തി പ്രാപിക്കുവാൻ, ആത്മകൃപയിൽ ജീവിക്കുവാൻ. ആ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരണ്ടേ, തിരിച്ചു നടക്കണ്ടേ? അതിനുള്ള സമയമാണിതെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കും. അതിന് ഈ ഉപവാസ ശുശ്രൂഷ ദൈവം തന്നത്. ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവോട് പറഞ്ഞു, നീ ഇനിയും ഉപവാസത്തിലേക്ക് പോരാ, നീ ഉദാസീനനാകുന്നുണ്ട്, നീ അറിഞ്ഞറിയാതെയോ അനാസ കാണിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ കൂടുതൽ ആത്മശക്തി വെളിപ്പെടണം. നിന്റെ കുടുംബത്തിൽ, പേഴ്സണൽ ലൈഫിൽ, ടീം ഷക്കേനയുള്ള ബന്ധത്തിൽ, ഷക്കേനയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും അധികമായ ആത്മശക്തി വ്യാപരിക്കണം. ഉപവാസത്തിലേക്ക് മടങ്ങി വരിക. എന്റെ സഹോദരൻ, ഇതിലൂടെയൊക്കെ എന്ത് സംഭവിച്ചു എന്ന വചനം പറയുന്നത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? പൗലോസിലെ കൊരിന്ത്യർക്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വചനത്തിൽ 4:16 വചനം പഠിപ്പിക്കുക, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം, ആ സ്പിരിച്വൽ മാൻ, ഇന്നർ മാൻ, ആത്മീയ മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, അനുദിനം നവീകരിക്കപ്പെടുന്നു, അനുദിനം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉപവാസത്തിലൂടെ നമ്മുടെ ആ സ്പിരിറ്റ് മാൻ, ഇന്നർ മാൻ, ആന്തരിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെടുകയാണ്. അപ്പൊ ജഡീക മനുഷ്യനെ, ബാഹ്യ മനുഷ്യനെ അല്ലെങ്കിൽ ലൗകിക മനുഷ്യനെ തോൽപ്പിക്കുവാൻ, പരാജയപ്പെടാൻ നമുക്ക് സാധിക്കും. നമ്മൾ ആത്മീയമായി വളരെ പവർഫുള്ളവർ, കരുത്തുള്ളവരാകും. സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ശക്തിയുടെ അനുഭവം ഉണ്ടാകാൻ,
നമ്മുടെ തലമുറകൾ ഈ ശക്തിയിൽ നിറയപ്പെടുവാൻ, നമ്മുടെ സഭ മുഴുവന്റെ മേലും ഈ ശക്തിയുടെ കാറ്റായ പരിശുദ്ധാത്മ വീശിയടിക്കുവാൻ, നമ്മുടെ ദേശങ്ങൾ, രാജ്യങ്ങൾ ഈ ശക്തിയിൽ പുതുക്കപ്പെടുവാൻ, നവീകരിക്കപ്പെടുവാൻ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം.